ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നമ്മളൊരു ഇൻവെർട്ടർ തിരഞ്ഞെടുക്കുന്ന സമയത്ത് UTL എന്ന് പറയുന്ന ബ്രാൻഡ് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഇതിനു മുമ്പും വീഡിയോ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ വീട്ടിൽ നമ്മൾ ഇൻവെർട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ അത് ഓവർ ചാർജിങ്, അതായത് ബാറ്ററി കട്ട് ഓഫ് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് കമ്പനിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം ഇന്ന് നമ്മുടെ ടെക്നീഷ്യൻ ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ പ്രശ്നമാണോ, ഇൻവെർട്ടറിൻ്റെ പ്രശ്നമാണോ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനാണ് ഇന്ന് ടെക്നീഷ്യൻ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും. അപ്പോൾ അത് വാറണ്ടി ഉള്ളതാണെങ്കിലും വാറണ്ടി ഇല്ലാത്തതാണെങ്കിലും സർവീസ് ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ വന്ന് വാറണ്ടി ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പേ ചെയ്താൽ മാത്രം മതിയാവും. അപ്പം നമ്മൾ ഇന്ന് ഒരു വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ ബാറ്ററിയും ഇൻവെർട്ടറും ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം, അതുപോലെ തന്നെ ബാറ്ററി ചാർജ് ആവുന്നുണ്ടോ, അതിന് ബാക്കപ്പ് കിട്ടുന്നുണ്ടോ, അതിൻ്റെ ബാറ്ററിയുടെ വോൾട്ടേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായിട്ടും കാണാം. സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മുടെ ടെക്നീഷ്യൻ, അതായത് ഇത് UTL എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡിൻ്റെ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ടെക്നീഷ്യനാണ്. അപ്പോൾ ഇദ്ദേഹം ഇന്ന് ആ കസ്റ്റമറിൻ്റെ വീട്ടിൽ എത്തി. കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് പ്രകാരം ആ ലൊക്കേഷനൊക്കെയാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതും പ്രകാരമാണ് ഈ ഒരു വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് ആദ്യം തന്നെ ബാറ്ററിയുടെ ആ ഒരു ഡീറ്റെയിൽസാണ് പുള്ളി ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് 1536, അതായത് ഏകദേശം 3 വർഷത്തോളം ആകുന്നു ഇത് ഈ ഒരു സിസ്റ്റം അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് മഴയൊക്കെ പെയ്ത് കുറേ ദിവസം നമ്മുടെ ഇവിടെയൊക്കെ കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് ബാറ്ററി എന്തോ ഡ്രോപ്പ് ആയിപ്പോയായിരുന്നു. അതിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് ആയ സമയത്താണ്. അതിന് ശേഷം ഈ ഒരു ബാറ്ററി ചാർജിങ് കറക്റ്റ് ആവുന്നില്ല എന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഓവർ ചാർജിങ് ആയിട്ട് വരുന്നു എന്നുള്ളതാണ് കസ്റ്റമർ നമുക്ക് കംപ്ലയിൻറ്റ് തന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ കമ്പനിക്ക് ഫോർവേഡ് ചെയ്തത്. കമ്പനിയുടെ ഈ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന വാട്സപ്പ് നമ്പറുണ്ട്. അതെല്ലാ വാറണ്ടി കാർഡിൻ്റെയും പുറത്ത് തന്നെ ഉണ്ടാവും. ആ നമ്പർ നമ്മൾ സേവ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും, വാറണ്ടി കാർഡിൻ്റെ ഡീറ്റെയിൽസ്, സിസ്റ്റത്തിൻ്റെ ഡീറ്റെയിൽസ്, ലൊക്കേഷന്, പിൻകോഡ്, നമ്മുടെ മൊബൈൽ നമ്പർ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ അപ്പോഴത്തെ തന്നെ ഓട്ടോമാറ്റിക്കലി ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിട്ട് നമുക്ക് ഇവിടുത്തെ നമ്മുടെ ആ ഒരു ലൊക്കേഷനിലെ സർവീസ് ഹെഡിൻ്റെ നമ്പർ അതിനകത്ത് കാണും. അതുപ്രകാരം ഈ ലൊക്കേഷനിലെ ഏത് സർവീസ് ടെക്നീഷ്യനാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിലുള്ളതെന്ന് വെച്ചാൽ അവരെയാണ് ഇത് ഫോർവേഡ് ചെയ്ത് വിടുന്നത്. അപ്പോൾ അങ്ങനെ അതും പ്രകാരമാണ് ഈ ഒരു ടെക്നീഷ്യൻ ഇന്ന് ഈ വീട്ടിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി പുള്ളി ചെക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെക്ക് ചെയ്യുന്ന പറഞ്ഞാൽ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈച്ച് സെൽ ബൈ സെല്ല് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബാറ്ററിയിൽ ലോഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ മണിക്കൂറുകൾ ചെക്ക് ചെയ്തു. 93% ലോഡ്, ഇതൊരു 1 ഗേവ് സിസ്റ്റമാണ്. അപ്പോൾ അതിനകത്ത് 93% ലോഡ് നമ്മൾ ഫുള്ള് കൊടുത്തിട്ട് വരെ ചെക്ക് ചെയ്തു. അപ്പോൾ എന്ത് വേണ്ടി വോൾട്ടേജ് ഡ്രോപ്പായി വരുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹം ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റിസൾട്ട് കമ്പനിക്ക് ഇദ്ദേഹം ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊബൈലിൽ തന്നെ വീഡിയോ എടുത്ത് പകർത്തിയിട്ട് ഇതിൻ്റെ ഗ്രാവിറ്റിയുടെ ഡീറ്റെയിൽസ്, വോൾട്ടേജ് ഡീറ്റെയിൽസ്, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ സർവീസ് ടെക്നീഷ്യൻ്റെ ഹെഡിന് വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഈ ടെക്നീഷ്യൻ വന്നിട്ട്, അതായത് നമ്മുടെ വീട്ടിൽ കംപ്ലയിൻറ്റ് റേസ് ചെയ്യുന്ന സമയത്ത് ഇവർ വന്ന് എന്താണ് ചെയ്യുന്നത്, ഇവരെന്തൊക്കെയാണ്, വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ സംശയങ്ങൾ പലർക്കും ഉണ്ടാകും. അപ്പോൾ എന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ച്, ഇതവർ വീട്ടിൽ വരുമോ, ഓൺ സൈറ്റ് വാറണ്ടി എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് അറിയാൻ ഒക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു കൺഫർമേഷന് വേണ്ടി, അപ്പം പലർക്കും സംശയങ്ങൾ തീരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇതിനകത്ത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ പല കംപ്ലയിൻസുകൾ ഇതിനു മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം തന്നെ ഈ ടെക്നീഷ്യൻ തന്നെയാണ് കൂടുതൽ ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ഞാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ അടുത്ത വേറൊരു ടെക്നീഷ്യനാണ് വരുന്നത്. ഏതായാലും എൻ്റെ ഈ ഒരു സിസ്റ്റം ഞാൻ ഈ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന വീടുകളിലൊക്കെ ഏകദേശം ഒരു 4 വർഷത്തോളമായിട്ട് ഞാൻ ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പ്രകാരം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് വാറണ്ടി പീരീഡ് കൂടുതലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത്. വാറണ്ടി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുവരെ അങ്ങനെ കൂടുതലായിട്ട് കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്ത് കണ്ടില്ല. കാരണം കംപ്ലയിൻറ്റുകൾ വന്നിട്ടില്ല. വാറണ്ടി പീരീഡിലാണെന്നുണ്ടെങ്കിൽ ഇടി വെട്ടി പോവുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ട് നമുക്ക് കംപ്ലയിൻറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതും പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവർ വന്നിട്ട് നമ്മുടെ ആ ഒരു PCB ആണോ ഇൻവെർട്ടറിൻ്റെ, അത് ബാറ്ററിക്ക് അങ്ങനെ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല.
അപ്പോൾ ആദ്യമായിട്ടാണ് ഇതൊരു ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഒരു വീഡിയോ ആക്കി നമുക്കത് പോസ്റ്റ് ചെയ്യാം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഈ ഒരു ബാറ്ററിയുടെ വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് 12 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇതിൻ്റെ ഓരോ സെല്ലിൻ്റെ വോൾട്ടേജും ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് പ്ലസ്സിൽ കൊടുത്തിട്ട് നമ്മുടെ ഓരോ സെല്ലിലും മൈനസ് വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്ലസ്സും മൈനസ് ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് മൈനസും പ്ലസ്സുമായിട്ടും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഓരോ സെല്ലിൻ്റെ വോൾട്ടേജ് അദ്ദേഹം ഇതിനകത്ത് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊബൈലിൽ അദ്ദേഹം പകർത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഹെഡിന്, സർവീസ് ടെക്നീഷ്യൻ്റെ ഹെഡിന് വേണ്ടി അയച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് പ്രകാരം ഈ കംപ്ലയിൻറ്റ് ഫിനിഷ് ആയോ, ഇതിൻ്റെ അതായത് കസ്റ്റമറിൻ്റെ കംപ്ലയിൻറ്റ് ഡൺ ആയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രം. അപ്പോൾ ആ കമ്പനിക്ക് അത് ഉത്തരവാദിത്വം ഉള്ളതിൻ്റെ പേരിലാണ് ഈ ഒരു ടെക്നീഷ്യൻ നമ്മുടെ വീട്ടിൽ വരുന്നത്. പല പ്രാവശ്യം ഇദ്ദേഹത്തെ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കമ്പനിക്ക് രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇദ്ദേഹത്തിനെ വിളിച്ച് ചോദിക്കും, നമ്മുടെ ഇന്ന കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ അദ്ദേഹം എന്നോട് പറയും ഞാൻ ഇന്ന ദിവസം വരും, എന്നെ സ്പെയർ പാർട്സൊക്കെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഏകദേശം ധൈര്യമുണ്ട്. കാരണം നമ്മുടെ ഏതൊരു സാധനമാണെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്യാനായിട്ട് ഒരു ടെക്നീഷ്യൻ്റെ സപ്പോർട്ട് നമുക്ക് ഇതിനകത്തുണ്ട്. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന അറിവെന്ന് പറഞ്ഞാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും, കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിലും ഇതേപോലെ ഇവർക്ക് തന്നെ സർവീസ് ടെക്നീഷ്യന്മാരുണ്ട് എന്നാണ് ഇദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു ബാറ്ററി ഇപ്പോൾ അദ്ദേഹം എല്ലാം ചെക്ക് ചെയ്ത്, അതായത് ബാറ്ററിയുടെ വോൾട്ടേജ്, സെല്ല് വോൾട്ടേജ് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പം വീണ്ടും കണക്ട് ചെയ്തിട്ട് ഇൻവെർട്ടറിൽ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഇത് ലോഡ് ടെസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇദ്ദേഹം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലോഡ് ഏകദേശം ഒരു 6 സീലിംഗ് ഫാനും പിന്നെ അതുപോലെ ലൈറ്റും അതും ഇതൊക്കെ ആയിട്ട് ഓണാക്കി ഇട്ടിട്ടുണ്ട് കസ്റ്റമറുടെ വീട്ടിൽ. പിന്നെ അതിന് മാക്സിമം ഫുൾ ലോഡ് ടെലിവിഷൻ വരെ ഓണാക്കി, അതുപോലെ തന്നെ മറ്റ് മാക്സിമം ഇതിനകത്ത് കൊടുക്കാവുന്ന 93% ലോഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കിയൊന്നുമില്ല, കാരണം ഇൻവെർട്ടറിൽ കിടന്ന ആ ഒരു ലോഡ് ഇത്രയാണ്. അതെല്ലാം നമ്മൾ കൊടുത്തു. KSEBയുടെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൻ്റെ ലോഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വേണ്ടി ഡ്രോപ്പ് ആവുന്നുണ്ട്, മണിക്കൂറുകൾ കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന വേരിയേഷൻസ്, അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, അതോ ഇൻവെർട്ടറിൻ്റെ പ്രശ്നമാണോ, ഇതൊക്കെയാണ് പുള്ളി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് പ്രശ്നമുണ്ടെങ്കിൽ ഇദ്ദേഹം റിപ്പോർട്ട് എഴുതുന്നതനുസരിച്ച് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതായത് 3 വർഷം നമുക്ക് റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററിയാണ്. ഇപ്പോൾ ഇവരുടെ തന്നെ നമുക്ക് 5 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററികളുമുണ്ട്, 3 വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ബാറ്ററികളുമുണ്ട്. ഇപ്പോൾ വാറണ്ടി നമ്മൾ തീരുന്നതിന് മുമ്പായതുകൊണ്ട് നമുക്ക് ഏകദേശം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറിത്തരാനുള്ള ഒരു ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മാക്സിമം ഈ ഒരു ബാറ്ററിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് ഇദ്ദേഹം ഈ ചെക്ക് ചെയ്യുന്നത്. അത് മണിക്കൂറുകളെടുത്താണ് ഈ ഒരു ടെസ്റ്റ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയും നേരം അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ വീഡിയോകൾ ഇങ്ങനെ മൊബൈലിൽ ഞാനും പകർത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടി. കാരണം ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാമെന്ന് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞിട്ട് പെർമിഷൻ എടുത്തിട്ടാണ് ഞാനിത് വീഡിയോ ഇങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം ഓരോ സെല്ലിൻ്റെയും അതിന് വരുന്ന മാറ്റങ്ങളും അതിനകത്ത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കുറേ ചെക്കിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. അതിനുശേഷം ഈ ഒരു ബാറ്ററിയുടെ സീരിയൽ നമ്പറും കാര്യങ്ങളും ഒക്കെ പുള്ളി നോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ വാറണ്ടി കാർഡിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി അവർക്ക് കമ്പനിക്ക് വേണ്ടി റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടതാണോ അല്ലയോ എന്നുള്ളതൊക്കെ പുള്ളി അദ്ദേഹം അതിനകത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഫൈനൽ റിപ്പോർട്ട് നമ്മളും ആ ഒരു സൈൻ, അതായത് എന്തെങ്കിലും റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻവെർട്ടറിൻ്റെ ബോർഡിന് കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർ ചാർജിങ് ആയിട്ട് വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, പിന്നെ അതിൻ്റെ ഈ ഒരു ഇൻവെർട്ടറിൻ്റെ പാരാമീറ്ററും കാര്യങ്ങളും ഒക്കെ അദ്ദേഹം ചെക്ക് ചെയ്യുന്നുണ്ട്. മൊത്തം ഫുള്ള് ചെക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇൻവെർട്ടറും ചെക്ക് ചെയ്യുന്നുണ്ട്, ബാറ്ററി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളും ഇതുപോലെ തന്നെ ഈ ഒരു UTL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കുറേയധികം ഇതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും അതുപോലെ തന്നെ ഇൻവെർട്ടറുകളും ഇതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്കിലും കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ടെക്നീഷ്യനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി അയക്കും. അപ്പോൾ അയച്ചു കഴിഞ്ഞിട്ട് അവർ ഇതുപോലെ വന്ന് നമ്മുടെ വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് കംപ്ലയിൻ്റ് ഉള്ള പാർട്സ് ആണെന്നുണ്ടെങ്കിൽ അവരത് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ വാറണ്ടി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ബില്ലിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ വാട്സപ്പ് ചെയ്യണം. ആ സമയത്ത് തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് അന്നേരം തന്നെ അവർ ഫോർവേഡ് ചെയ്ത് തരും. കാരണം ഇത് വാറണ്ടി കഴിഞ്ഞാണ്. അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അത് അന്നേരം തന്നെ നമുക്ക് അതിനകത്ത് തന്നെ ടൈപ്പ് ചെയ്ത് മെസ്സേജ് വിടാം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കമ്പനി ഓക്കെ ടെക്നീഷ്യൻ വിടും. അപ്പോൾ അതിൻ്റെ പേ, അതായത് അതിൻ്റെ PCB ഏത് മോഡൽ നമ്പറിലുള്ളതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബോർഡ് മാറുന്നതിൻ്റെയോ അതിൻ്റെ എന്താണ് പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ചെക്ക് ചെയ്യാനും ഒരു ടെക്നീഷ്യൻ ഈ ഒരു ബ്രാൻഡിന് എന്തായാലും ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ ധൈര്യപൂർവ്വമാണ് ഈ UTL എന്ന് പറയുന്ന ഈ ബ്രാൻഡ് തന്നെ പർച്ചേസ് ചെയ്യുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കൂടുതലായിട്ടുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ഹീലിയാക്കാണ്, PWM വിത്ത് ചാർജറുള്ള ഇൻബിൽട്ട് PWM ചാർജർ. അപ്പോൾ ഞാൻ അത് നേരത്തെ ഒരു ഇൻസ്റ്റാൾ കിട്ടിയ സമയത്ത് അവിടെ വെച്ചാണ്, പാനൽ വയ്ക്കാൻ വേണ്ടി അത് കൊടുത്തതാണ്. പക്ഷേ പിന്നീട് അത് ഓൺ ഗ്രിഡ് അവിടെ ചെയ്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ ഒരു ഹീലിയാക്ക് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ ഹീലിയാക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വേറൊരു ഗുണമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് KSEB ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പാനൽ കണക്ട് ചെയ്തില്ലെങ്കിലും ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു KSEBയുടെ ഗ്രിഡ് ചാർജിങ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു MPPT വേണമെങ്കിലും സെപ്പറേറ്റ് വേണമെങ്കിലും ഇതിനകത്ത് കൊടുത്ത് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ അതിനും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കത് നഷ്ടമാവുന്നില്ല ഇൻവെർട്ടർ. ഇപ്പോൾ PWM വേണ്ടെന്നുണ്ടെങ്കിൽ 12 വോൾട്ട് കാറ്റഗറികളിൽ 600 വാട്ട്സ് പാനൽ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇദ്ദേഹം ഈ ഇൻവെർട്ടറിൻ്റെ ആ ഒരു ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് മെൻഷൻ ചെയ്ത് ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്ത് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം മാക്സിമം, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോഴും, കാരണം മാക്സിമം അതിനകത്ത് ലോഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പം എത്ര മണിക്കൂർ നമുക്ക് കിട്ടുന്നു എന്നുള്ളത്. ബാക്കപ്പിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല, കസ്റ്റമർ നല്ല ബാക്കപ്പാണ് ഇതിന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓവർ ചാർജിങ് ആയിട്ട് വരുന്നു, അത് ഇൻവെർട്ടറിൻ്റെ ആവാം ബാറ്ററിയുടെ ആവാം. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ ഇദ്ദേഹം അതിനൊരു കൺഫർമേഷൻ നമുക്ക് തരും. അത് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ അത് അവർ റിപ്പോർട്ട് എഴുതിയിട്ട് അത് കമ്പനിക്ക് അയക്കുമ്പോൾ നമുക്ക് ഇപ്പം ബാറ്ററി മാറണമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി നമുക്ക് റീപ്ലേസ് ചെയ്ത് കമ്പനി തന്നെ ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ നിന്ന് ബാറ്ററി നമുക്ക് സപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മളത് പുതിയ ബാറ്ററി വെച്ചിട്ട് പഴയ ബാറ്ററി അവർക്ക് കൊടുക്കും. അതല്ല ഇൻവെർട്ടറിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻവെർട്ടറിൻ്റെ PCB നമ്മൾ അദ്ദേഹം തന്നെ ചേഞ്ച് ചെയ്യും. വാറണ്ടി കഴിഞ്ഞാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പേ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ UTL എന്ന് പറഞ്ഞ ബ്രാൻഡിനെ നമ്മൾ കൂടുതലായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു ഓൺ സൈറ്റ് വാറണ്ടി ആയതുകൊണ്ട് ഞാൻ ഈ ദൂര സ്ഥലങ്ങളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നതിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഇത് കമ്പനിക്ക് റിപ്പോർട്ട് ചെയ്താൽ അവർ തന്നെ പോയി റിപ്പയർ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ UTLൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകൾ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.